ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നന്നായി പ്രിപ്പയർ ചെയ്യുക. ഡെഫിനേഷനൊക്കെ അതേപോലെ തന്നെ എഴുതുക. ക്യാരക്ടറിസ്റ്റിക്സും മിസ് പറയുന്ന ആ ഒരു പോയിൻറ്റ്സൊക്കെ അതേപോലെ തന്നെ ചെയ്യുക. ദെൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മണി കോസ്റ്റും സോഷ്യൽ കോസ്റ്റ്, പ്രൈവറ്റ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ മണി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മണി കോസ്റ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് എനി ഔട്ട്പുട്ട് കൺസിഡേർഡ് ടു ബി equivalent and total sacrifice made to obtain the output. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റിയൽ കോസ്റ്റ്, ദ കൺസെപ്റ്റ് ഓഫ് റിയൽ കോസ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. റിയൽ കോസ്റ്റ് എന്ന് മറന്നു പോകരുത്, ആൽഫ്രഡ് മാർഷലാണ് റിയൽ ഇത് മിസ് പറഞ്ഞുതരാം. സങ് കോസ്റ്റ്, ഇൻ്റർനാഷണൽ കോസ്റ്റ്, ഇൻകം കോസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. അതേപോലെ നേരത്തെ ഡിസ്കസ് ചെയ്ത് മിസ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാണ്. റിയൽ കോസ്റ്റ് അതാരാണ് കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷൽ. മറന്നു പോകരുത് കേട്ടോ. റിയൽ കോസ്റ്റ് ആൻഡ് വർക്കർ സഫേഴ്സ് ഡിസ്കവർ വൈൽ ദ റിമൈൻഡർ ഓഫ് സർവീസ് ഓഫ് പ്രൊഡക്റ്റീവ് പർപ്പസ്. സിമിലർലി എ പേഴ്സൺ മേക്സ് സം sacrifice when he saves the income purpose. Similarly a person makes some sacrifice when he saves the income and lends to the investors who force the carrying nature of real cost production. അല്ലേ, ഒരു പൈസ മുതൽ മുടക്കുന്ന ആൾ അത്രയും റിയലായിട്ട് അദ്ദേഹം സൊസൈറ്റിക്ക് വേണ്ടി എന്ത് കാര്യം സാക്രിഫൈസ് ത്യാഗം പോലെ ചെയ്ത ആ ഒരു lend investors who use it carrying out production of these discomforts of sacrifice are the nature of real cost of production. അദ്ദേഹം അങ്ങനെ റിയലി സാക്രിഫൈസ് ചെയ്ത് അദ്ദേഹം അത്രയും ചെയ്യുന്ന ആ ഒരു കോസ്റ്റ്, അങ്ങനെ ചെയ്യുന്ന ഒരു റെയറായിട്ട് സംഭവിക്കുന്ന സംഭവമാണ്. സാക്രിഫൈസസ് ആർ നേച്ചർ റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇൻ മാർഷൽ ഓൺ വേർഡ്സ് ദ എക്സ്റ്റേഷൻ, മാർഷൽ എന്താണ് പറയുന്നത്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലേബർ ദാറ്റ് ദ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഇൻവോൾവ് ദ മാർക്കറ്റിംഗ്. ലേബേഴ്സ് ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും അവരുടെ ഒരു ഹാൻഡ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നണിയിൽ ലേബറിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ടുഗദർ വിത്ത് ദ ആബ്സെൻറ്റീസ് ഓർ റാദർ ഓഫ് വെയിറ്റിംഗ് റിക്വയർഡ് ഫോർ സേവിങ് ദ ക്യാപിറ്റൽ യൂസ് ദ മേക്കിംഗ് ഇറ്റ്. ഓൾ ദീസ് ഫാക്ടേഴ്സ് ഓഫ് സാക്രിഫൈസ് ടുഗദർ വിൽ ബി കോൾഡ് ദ റിയൽ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി. അതാണ് റിയൽ കോസ്റ്റ് അല്ലെ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി. അങ്ങനെയാണ് ഒരു അപ്പോൾ ആ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന അവരെ ആ ലേബേഴ്സിൻ്റെ ഒരു അധ്വാനവും നെക്സ്റ്റ് ക്യാപിറ്റൽ യൂസ് മേക്കിംഗ് ആൻഡ് ദീസ് എഫേർട്ട് അവരുടെ എടുക്കുന്ന എഫേർട്ടും സാക്രിഫൈസസും ടുഗദർ വിൽ ബി കോൾഡ് ദ റിയൽ കോസ്റ്റ്. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതിന് എന്തെന്ന് പറയുന്നു? റിയൽ കോസ്റ്റ് എന്ന് പറയുന്നു. ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി. ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് വിൽക്കും, ഒരു പ്രൊഡക്റ്റ് ചെയ്യും, പ്രൊഡക്ഷൻ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിലേക്ക് നിർമ്മിക്കുമ്പോൾ അതിലേക്ക് ഒരു ലാബേഴ്സിൻ്റെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എഫേർട്ടുകൾ ഉണ്ടാകും. അതെല്ലാം റിയൽ കോസ്റ്റിൽ ഉൾപ്പെടുന്നു. ദ കൺസെപ്റ്റ് ഓഫ് റിയൽ കോസ്റ്റ് ഈസ് സബ്ജക്റ്റിവിറ്റി കനോട്ട് ബി യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ മെഷർമെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അല്ലേ, നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് ഉൾപ്പെടുന്ന ഒരു കോസ്റ്റാണ് എന്ത് കോസ്റ്റ്? റിയൽ കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ആൻഡ് ഇൻ്റർനാഷണൽ കോസ്റ്റ്. എന്താണ് സങ്ക് കോസ്റ്റ് നോക്കാം. ഇൻ എക്കണോമിക്സ് ദ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. അല്ലേ, ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എ sunk cost is a cost that has already been incurred that cannot be recovered. Also known as responsible അല്ലെങ്കിൽ retrospective cost എന്ന് പറയുന്നത് are sometimes contrasts with prospective cost which are future costs that may be incurred and changed with the action taken. In traditional and microeconomic theory only prospective future costs are relevant of decision making. ഫ്യൂച്ചറിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ നമുക്ക് കവർ ചെയ്ത് പോകണമെങ്കിൽ ഓവർകം ചെയ്ത് പോകണമെങ്കിൽ അപ്പോൾ എടുക്കുന്ന കോസ്റ്റാണ് എന്ത്? സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്യൂച്ചർ കോസ്റ്റ്. Only prospective of future costs are relevant of decision making and sunk costs have already been incurred or cannot be recovered. Okay, sunk cost cannot be recovered and therefore they should be influence the rational decision makers choice. അത് അവർ തീരുമാനങ്ങൾ എടുക്കുന്ന റാഷൻസ് ആ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനനുസരിച്ചാണ് എന്തുണ്ടാവുന്നത്? ആ ഒരു സങ്ക് കോസ്റ്റ് ഉണ്ടാവുന്നത്. ആൻഡ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ദ റിക്രീസ് ടോട്ടൽ കോസ്റ്റ് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താവാം പ്രോഫിറ്റ് ഉണ്ടാവും, പ്രോഫിറ്റ് ചിലപ്പം കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല, നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എങ്ങനെയൊക്കെ ഇതിനെ തരണം ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്തുണ്ടാവുന്ന ഒരു കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. എന്താണ് എക്കണോമിക് കോസ്റ്റ്? എക്കണോമിക് അക്കൗണ്ടിങ് വ്യൂ കോസ്റ്റ് ഫോർ ഡിഫറെൻറ്റ്
angles. അതായത് accounts are concerned with the firm financial statement. You try and take a responsibility look at the firm finance because how keep track in the asset and the liabilities of evaluate past performance. അല്ലേ, നമ്മുടെ പാസ്റ്റ് ഒരു ഫേം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പാസ്റ്റ് ഇവൻറ്റ്സിൽ എന്ത് വരുന്ന കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കോസ്റ്റ് ഇൻക്ലൂഡസ് depreciation of expense of capital equipment and rates allowed by tax authorities. tax authorities ആയി ബന്ധപ്പെട്ടതാണ് accounting cost. Economics of the other hand are concerned with the vast concepted in the future with how the firm might be able to recover the resources of lower and improve the profitability. പ്രോഫിറ്റ് മീൻസ് നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് വില നിശ്ചയിക്കുന്നത്. ആ വിലകൾ തന്നെ പല രീതിയിൽ പാസ്റ്റ് റിയൽ കോസ്റ്റ് ആണെങ്കിൽ സങ്ക് കോസ്റ്റ് ആണെങ്കിൽ എന്ത് കോസ്റ്റ് ആണെങ്കിലും ഇവരെല്ലാം ഈ വില നിശ്ചയിക്കുന്നത് പ്രോഫിറ്റൈസേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. നമ്മൾ പറഞ്ഞ ടു കോസ്റ്റ് ഓഫ് ഡിഫർ ബിക്കോസ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓവർ പീരീഡ്. The historical cost is the cost was actually incurred by the time of purchasing at the asset. Okay, it against this. Okay, the ഇങ്ങനെ തന്നെ നിങ്ങൾ ഡെഫിനിഷൻ ചെയ്യണം. The historical cost is the cost that actually incurred in the time of purchase of an asset. Okay, in against the replacement cost, the cost that will have to incur now the replace of asset cost it current cost the new asset of same type. Okay, these two costs differ because change in prices over the period of time. Naturally the price remain unchanged over time. Both the cost will be asset always differ. നമുക്കറിയാം കോസ്റ്റ് വില എപ്പോഴും ചേഞ്ച് ആവാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഓരോരോ സിറ്റുവേഷൻസ്. ഇപ്പോൾ മഴക്കാലത്ത് കുടക്കൊക്കെ വില കൂടും, വേനൽക്കാലത്ത് പിന്നെ എന്താണ് വേനൽക്കാലത്ത് ചില ഫ്രൂട്ട്സിനൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ മാംഗോ ഉണ്ടാകുന്ന സീസണിൽ മാങ്ങ കുറേ ഉണ്ടാകുന്ന സീസണിൽ വില കുറയും. മാംഗോ കിട്ടാത്ത സമയത്ത് അത് വെച്ചാൽ കുറച്ച് വില കൂട്ടി വെക്കും. അങ്ങനെയുള്ള ഓരോ സീസണിലി പ്രൈസ് കൂടും കുറേ. അത് ഫ്രൂട്ട്സിനനുബന്ധിച്ചാവാം, എന്തെങ്കിലും മെറ്റീരിയൽസിനാവാം. നമ്മൾ ഉപയോഗിക്കുന്ന അതായത് മഴക്കാലത്ത് റെയിൻ കോട്ട് വാങ്ങുമ്പോൾ അതിന് കുറച്ച് വില കൂട്ടും അല്ലേ. അങ്ങനെ എന്താണോ സീസണിലി വിറ്റഴിക്കുക അതിന് വില കൂടുന്നതും കുറയുന്നതും മാർക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കോസ്റ്റുകൾ. നെക്സ്റ്റ് കോസ്റ്റ് ഫങ്ഷൻസ്, ഷോർട്ട് റൺ ആൻഡ് ലോങ്. കോസ്റ്റ് ഫങ്ഷൻ ആണ് നെക്സ്റ്റ്. കോസ്റ്റ് ഫങ്ഷൻസിൽ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ദർ ആർ ടു എലമെൻറ്റ്സ് ഡിറ്റർമിൻ ദ കോസ്റ്റ് ഫങ്ഷൻ ഇൻ ഫേം. ഇൻ പ്രാക്ടീസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ക്യാൻ ബി ദ ലോസ്റ്റ്. അതായത് കോസ്റ്റ് ഫങ്ഷൻസ് ദർ ആർ ദ ഷോർട്ട് റൺ കോസ്റ്റ് ഫങ്ഷനും ദ ലോങ് റൺ കോസ്റ്റ് ഫങ്ഷനും. ഷോർട്ട് റൺ ഷോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലയളവ്, നമുക്കറിയാം കുറഞ്ഞ കാലയളവാണ് ഷോർട്ട് റൺ. ലോങ് റൺ എന്ന് പറഞ്ഞാൽ നീണ്ട റണ്ണിങ് അല്ലെ, നീണ്ട കാലയളവ് എന്നാണ് പറയുന്നത്. കോസ്റ്റ് ഫങ്ഷൻ മോർ ടൈം എലമെന്റ് ദറ്റ് അണ്ടർസ്റ്റാൻഡ് ദ തിയറി ഓഫ് കോസ്റ്റ് നെസറി ദ ക്ലിയർ അബൌട്ട് ദ മീനിങ് ഓഫ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഓക്കെ, ഇൻ കോമൺ യൂസേജ് ദീസ് ടേം മേ ബി യൂസ്ഡ് ഫോർ വീക്സ്, മന്ത്സ് ആൻഡ് ഇയർ. ഈ ഒരു ഷോർട്ട് റണ്ണും ലോങ് റണ്ണും നമ്മൾ വീക്ക്ലി എന്താണ് പറയുന്നത്, മന്ത്ലി ആൻഡ് വീക്ക്ലിയും, അതായത് ആഴ്ചയിലും മാസത്തിലും വർഷത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. ഷോർട്ട് റൺ മെത്തേഡും ലോങ് റൺ മെത്തേഡും ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ എക്കണോമിക്സ് the short run all factors variable for quantity output can be increase the building of factory etc. Fixed resources are short run while the raw materials, labor, power etc. are variable. Okay, fixed resources in the short run while the materials, labor ആയാലും പവർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ ഫിക്സഡ് വേരിയബിൾസ് തിങ്സ് എന്നാണ് പറയുന്നത്. Therefore, an increase of the amount of output this period will come necessary to employ more units of the variable resources, conjunction of the fixed resource. Okay. Next, long run cost function. In the long run, total cost is multivariable function which implies the total cost determined by many factors. The long run cost function may be written as okay, total cost and the output, technology, price of relevant factors, production. ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നു. ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനിൽ എന്തൊക്കെയുണ്ട്? in the short run, in the addition output level and technology of factor prices and capital equipment, land,
determine cost and production. Okay, there were short run cost production എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ. തിയറി ഓഫ് കോസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ. ഓക്കെ, ടി സി പ്ലസ് ടി എഫ് സി പ്ലസ് ടി വി സി. നിങ്ങൾക്കറിയാം ടി സി ടോട്ടൽ കോസ്റ്റ് അല്ലേ. ടി സി സി മീനിങ് ടി ഫോർ ടോട്ടൽ, സി ഫോർ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് മറന്നു പോകരുത്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? സ്ഥിര വില അല്ലേ. അതായത് ആ ഒരു പേരിൽ തന്നെയുണ്ട് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വില പെർമനൻ്റ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ഓൾസോ നോൺ ആ സപ്ലിമെൻ്ററി കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ത് പേരിലും അറിയപ്പെടുന്നു? സപ്ലിമെൻ്ററി കോസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. വൈൽ എൻഗേജിങ് ഇൻ productive activity, the producer always has to incur some expenditure which remain fixed whatever the level of production, so much that producers stop production together and have to incur. Okay, fixed cost is also known as supplementary cost. Will engaging in productive activity. നമുക്കറിയാം എല്ലാ കോസ്റ്റും എന്ത് ആക്ടിവിറ്റിയിലാണ്? പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലാണ്. ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഇതിലാണ് എല്ലാം ഉള്ളത്. ഓക്കെ, stop production altogether, these costs have to be incurred. This is known as fixed cost of production. Interest paid by producer on the capital borrowed for purchasing plant of machinery, of rent of factory building and the machinery, the wages of foremen and all fixed costs. This is known as fixed cost production. Interested by the producer on the capital borrowed, the purchasing plant and machinery. നമ്മൾ എന്തിന് ഒരു ഫേം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെഷീനറിക്ക് കൊടുക്കുന്ന കോസ്റ്റ്, റൺ ഓഫ് ദ ഫാക്ടറി ബിൽഡിംഗ്. ഫാക്ടറി ബിൽഡിംഗ് റൺ ചെയ്യുക, ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെൻറ്റ്. നെക്സ്റ്റ് ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെൻറ്റ്, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ലെൻഡ്, ഇൻഡസ്ട്രി, അങ്ങനെ അവിടെ. നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റിൽ ഉൾപ്പെടുന്നത് ദ ഫാക്ടറി ബിൽഡിംഗ് ആൻഡ് ഡിപ്രസിയേഷൻ ഓഫ് മെഷീനറി ആൻഡ് വേജസ് ഓഫ് ഫോർമാൻ കൊടുക്കുന്ന ഫോർമാൻ പണിക്കാരുണ്ടാവുമല്ലോ അവർക്ക് കൊടുക്കുന്ന റെൻറ്റ് എല്ലാം എന്തിൽ ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞത്? നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഫങ്ഷൻസ്. കോസ്റ്റ് ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സങ്ക് കോസ്റ്റ്, ഇൻകം കോസ്റ്റ് ആൻഡ് റീറ്റെയിൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഫങ്ഷൻസ്. ഓക്കെ, ഇൻ്റർനാഷണൽ കോസ്റ്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സങ്ക് കോസ്റ്റും പിന്നെ എക്കണോമിക് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റും. നെക്സ്റ്റ് ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. കോസ്റ്റ് ഫങ്ഷൻസ് ആണ് ഏതൊക്കെ? ഷോർട്ട് റൺ കോസ്റ്റും കോസ്റ്റ് ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നതാണ് ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും. ഓക്കെ, തിയറി ഓഫ് കോസ്റ്റ് ദ ഷോർട്ട് റൺ അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് റൺ കേർവ്സ് ആണല്ലേ, ആവറേജ്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം relationship between marginal cost. Marginal cost and average cost, there is a cost relation between the marginal cost MC. MC is equal to marginal cost and curve at the average cost is ATC, the average variable cost AVC, and we shall explain the relationship between marginal curve and ATC. ATC അറിയാലോ ഏതാണ്? ATC average total cost ആണ് ATC, marginal cost ആണ് MC. ഇതൊന്നും മറന്നു പോകരുത്. ഓക്കെ, when the MC curve below the AC curve, average cost and marginal cost രണ്ടും റിലേഷൻഷിപ്പ് നേരത്തെ നമ്മൾ വായിച്ചതാണ്. MC is equal to marginal cost, M for marginal, C for cost, marginal cost, then average cost, A for average ആണ് cost, average cost ഒന്ന് മറന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ലോങ് റൺ കോസ്റ്റ് കേർവ്സ് ആണ്. ലോങ് റൺ കോസ്റ്റ് ഇത് കോസ്റ്റ് ഫങ്ഷൻസിലുള്ളതാണ്. ലോങ് റൺ curve എങ്ങനെയാണ്? the long run curve is all factors of variable due to absence of fixed factors in production function. നമുക്കറിയാം പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൺ കോസ്റ്റ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും ഹിസ്റ്റോറിക്കൽ ആണ് റീപ്ലേസ്മെൻ്റ് ആണെങ്കിലും കോസ്റ്റ് ഫങ്ഷൻസ് കോസ്റ്റ് ഫങ്ഷൻസിലെ ഓരോരോ ഘടകങ്ങളെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.